ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ്. വളരെ രുചികരമായിട്ടുള്ള, അതും ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ, സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. മാങ്ങയെല്ലാം നല്ലതുപോലെ കഴുകി, നമ്മൾ അച്ചാറിടും മുന്നേ നല്ലതുപോലെ കഴുകി, വെള്ളം പോലും പാടില്ല കേട്ടോ. നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കണം. നമ്മൾ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിലത്തോട്ട് വീണപ്പോൾ പൊട്ടിയതിൻ്റെയാണ്. നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് നേരിയതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കണത്. നന്ന നേരിയതാക്കിയിട്ടാണ്. ഈ ഒരളവിലാണ് ഞാൻ അച്ചാറിടാനായിട്ട് അരിഞ്ഞെടുക്കണത്. കട്ട് ചെയ്യണ്ട, ഈ ഒരു കട്ടിയിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരച്ചെടുക്കാം കേട്ടോ, പക്ഷേ ഇതാണ് നല്ലത്. എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാട്ടോ. നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അപ്പോഴത്തേനും റെഡിയാക്കി എടുക്കാം. ഇവിടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ നല്ലെണ്ണയാണ് കേട്ടോ. എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണ എടുക്കാൻ ശ്രമിക്കണം. നല്ലെണ്ണയിലാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. നമ്മൾ ഓയിലും വെളിച്ചെണ്ണയൊക്കെ എടുക്കുമ്പോൾ അതൊരു വേറെ ചൊവയായിട്ട് വരും, പെട്ടെന്ന് കേടാകുകയും ചെയ്യും. ഞാനിവിടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ കടുക് പരിപ്പുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് പോലെ അരച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചി, അതും പേസ്റ്റ് പോലെ അരച്ചതാണ്. ഇത് പേസ്റ്റ് അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ അരച്ചെടുക്കുന്നതാണ്, മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അവിടെ വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി വരട്ടെ. വെള്ളമൊക്കെ നമ്മളെപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിടല അല്ലെങ്കിൽ അരിഞ്ഞിടലാണ്. പക്ഷേ ഈ അച്ചാറിന് ഇതുപോലെ നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഞാനിവിടെ പേസ്റ്റാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണമായിരുന്നു. അത് ഈ മാങ്ങച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം. എന്നാലേ ഈ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ എണ്ണയൊക്കെ ഇടുന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. കളറൊക്കെ ഒന്നുകൂടെ ചേഞ്ചായി വരും. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി കൊണ്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം വേണേ. നല്ല മൂത്ത മണം വരുന്നുണ്ടേ. നല്ല മൂത്ത മണം, നല്ല മണമാണ് ഇതിൻ്റെ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കണത് കാശ്മീരി ചില്ലി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ എരിവുള്ള മുളക് പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇതാണ് ഞാൻ ഇടണത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിനകത്ത് കിടന്നൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതും നമ്മുടെ മസാലയും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്, പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് മൂത്ത് നല്ല മണം വരും മസാലയുടെ ഒക്കെ. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അത് മസാലേൻ്റെ എന്താ അതെല്ലാം ഒന്ന് വറ്റി നല്ല മൂത്ത പരുവാകണം. എന്നാലേ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റും നല്ല കുറേ നാൾ വരെയും കേടാകൂല ഈ അച്ചാർ. നമ്മൾ അച്ചാർ ഇടുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ കേടാകാണ്ട് ഒരുപാട് നാൾ വരെ ഉണ്ടാകും. ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ കുപ്പി വിനാഗിരിയാണ് എടുത്തേക്കുന്നത്, അതൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ടതാണ്.
നല്ല നമ്മൾ അച്ചാർ ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ ഉപ്പിടണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ശർക്കരയാണ് ഇടണത്. അതൊന്ന് പൊടിച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ശർക്കര ഇടുമ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതായിരിക്കണം കേട്ടോ, അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ പുറത്തൊക്കെ കൊടുക്കണമെങ്കിൽ സെയിലിനൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ശർക്കര ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മസാലയും എല്ലാതും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നണ്ട. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാറി വരണം. ചൂടാറിയിട്ടേ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് മാങ്ങ ചൂടോടുകൂടി ഇടുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകും. വെന്ത് പോയാൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല മാങ്ങ വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കട്ടെ കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചങ്ങനെ മാങ്ങ ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തെപ്പടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ നമ്മുടെ മാങ്ങയിൽ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴും പറയണത് പോലെ തന്നെ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഇതിനകത്ത് തന്നെ വെക്കും. ഇതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. ഇതുപോലെ അങ്ങനെ വെച്ച് ആ വേർപ്പ് വെള്ളമൊക്കെ ഇത് മാറിക്കഴിയുമ്പോൾ മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ തന്നെ ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് അതുവരെക്കും വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അച്ചാർ നല്ലതുപോലെ തണുത്തിരിക്കണേ, എന്നാലും മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു വേർപ്പിൻ്റെ ഒരു വെള്ളം വരും. അപ്പോൾ അത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അതൊന്ന് തുടച്ചിട്ട് വേണം വെക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ആ വെള്ളം വീണ് വരുമ്പോൾ അച്ചാറിന് കേട് സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇത് നമ്മൾ ഭരണിയിലാക്കുമ്പോൾ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ ഒരു ദിവസം തന്നെ മുന്നേ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ മാങ്ങച്ചാർ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം അറിയാതെ വരും, അത്ര ടേസ്റ്റാണ്. ഒരുപാട് നാൾ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. എപ്പോഴും നമ്മൾ അച്ചാർ സൂക്ഷിക്കാനെടുക്കണ ഭരണി നല്ലതുപോലെ കഴുകി തുടച്ച് അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ അച്ചാർ എപ്പോഴും ഇട്ട് വെക്കാൻ. അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണിട്ട് അച്ചാർ എടുക്കരുത്. അതൊക്കെ ചെയ്താൽ നമ്മൾ അച്ചാർ ഒരുപാട് നാൾ വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഈ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാണ്ട് നോട്ടിഫിക്കേഷനൊന്നും ആരിലും എത്തണില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.